നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ പുതിയ പേരുകളൊക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. 2 ദിവസം മുൻപാണ് ഡി മണി എന്ന് പറയുന്ന ഒരു പുരാവസ്തു കള്ളക്കടത്തുകാരനെ കുറിച്ചുള്ള വാർത്തകൾ വന്നത്. ഇയാൾ സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ ആന്റോണിയോ മൈനോ എന്ന മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ UPA അധ്യക്ഷയുടെ രഹസ്യ ഏജന്റാണ്. ജർമ്മനിയിലും ഇറ്റലിയിലും അടക്കം ഇയാൾക്ക് ബിസിനസ്സുകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഇവർക്ക് ഏജന്റുമാരുണ്ട്. ശബരിമലയിലേക്ക് ഈ ഡി മണിയെ കൊണ്ടുവന്നത് തന്നെ സോണിയാഗാന്ധിയാണ് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമാവുകയാണ്. ഈ ഡി മണി എന്ന് പറഞ്ഞാൽ അത് വെറും മണിയല്ല, ദാവൂദ് മണി എന്നാണ് ഇയാളുടെ പേര്. ദാവൂദ് എന്നത് ഒരു മുസ്ലിം നാമധേയമാണ്, മണി എന്നത് ഒരു ഹിന്ദു നാമധേയവും. ഇയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇയാൾ ഒരു സൂത്രശാലിയായ കുറുക്കനും കോടീശ്വരനായ ഒരു കള്ളക്കടത്തുകാരനും കള്ളനും തട്ടിപ്പുകാരനുമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മുൻ ഹൈക്കോടതി ജഡ്ജി കൂടിയായ അഡ്വക്കേറ്റ് ജസ്റ്റിസ് ബി കമാൽ പാഷ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇയാൾക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല പുരാവസ്തുക്കളിലും കോടിക്കണക്കിന് രൂപ വിലയുള്ള പല പുരാവസ്തുക്കളിലും ഇയാൾക്ക് കണ്ണുണ്ടായിരുന്നു. ഇയാൾ അത് കാണുന്നതിനും അത് കടത്തിക്കൊണ്ടു പോകുന്നതിനുമായി പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ UDF ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ UPA സർക്കാർ ഭരിക്കുമ്പോഴുമൊക്കെ ഇയാൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വന്ന് പല പുരാവസ്തുക്കളും ഇതുപോലെ തന്നെ ചുടുവിലയ്ക്ക് എടുത്തുകൊണ്ടുപോയി യൂറോപ്പിലെ മാർക്കറ്റിൽ മറിച്ചു വിറ്റതായുള്ള ചില സൂചനകളും അതുപോലെ ആരോപണങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇതാ പുറത്തു വരികയാണ്. ഇതിപ്പോൾ സഖാക്കൾ മാത്രമല്ല, എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഇതിൽ പങ്കാളികളാണോ എന്നുള്ള ഒരു വലിയ സംശയം, ഗുരുതരമായ ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ദാവൂദ് മണിയെ ഇറക്കിയതാര്? ദാവൂദ് മണി എന്തെല്ലാം കൊണ്ടുപോയി? പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദാവൂദ് മണി എന്ത് ഇടപെടലാണ് നടത്തിയത്? ദാവൂദ് മണിക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാണ്? ദാവൂദ് മണി സോണിയാഗാന്ധിയുടെ ആരാണ്? സോണിയാഗാന്ധിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്? ഇറ്റലിയിലെയൊക്കെ തന്നെ ഈ ആന്റിക് മാർക്കറ്റിൽ, പുരാവസ്തു മാർക്കറ്റിലൊക്കെ തന്നെ ഇന്ത്യൻ വസ്തുക്കൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അതിൽ പലതും കേരളത്തിലേതടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതുപോലെ ചുടുവിലയ്ക്ക് വാങ്ങിയതും അടിച്ചു മാറ്റിക്കൊണ്ടുപോയതുമായ വസ്തുക്കളാണ് എന്ന് പറയപ്പെടുന്നു. ഓരോ ദിവസവും ഓരോ പേരുകൾ പൊങ്ങി വരുന്നു. ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് നല്ല ഇടി കൊടുത്ത് കാര്യങ്ങൾ പറയിപ്പിക്കണം. ഏത് നേതാവായാലും ശരി, ഏത് പാർട്ടിപ്പെട്ട ആളായാലും ശരി, ഇത്തരം തോന്നിയാസങ്ങൾ കാണിച്ച് ഈശ്വരീയമായ അംശങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഗ്രഹങ്ങളെയും പുരാവസ്തുക്കളെയും ഒക്കെ തന്നെ അടിച്ചുകൊണ്ടുപോയി മറിച്ചു വെക്കുന്ന ഈ വലിയ ബിസിനസ്, ഇയാൾ വലിയ ബിസിനസ്സുകാരനാണ്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അളവില്ലാത്ത സ്വത്തിനുടമയാണ്. പുരാവസ്തു ശേഖരങ്ങൾ മറിച്ചു വെക്കുകയും കള്ളക്കടത്ത് നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ദാവൂദ് മണിയുടെ പണി. അപ്പം ദാവൂദ് മണിയെ ഇനി എങ്ങനെ പൊക്കും? എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? സത്യം പറഞ്ഞാൽ SIT നിന്ന് പകയ്ക്കുകയായിരിക്കും. കാരണം ഓരോ ദിവസവും ഓരോ പേരുകൾ പുതിയ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരെ പിടിക്കണം? ആരാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്കാളി? ഇത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാവരും ചേർന്ന ഒരു വലിയ തട്ടിപ്പാണ്, സമാനതകളില്ലാത്ത തട്ടിപ്പാണ്. സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പുറത്തു വരും എന്ന് ഇന്നും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താകും എന്ന് കാത്തിരുന്ന് കാണാം.